വെൽക്കം ടു മരിയൻ ആയുർവേദ. അലർജി രോഗങ്ങളിൽ നിന്ന് ഗണ്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നു, യാതൊരു കുറവുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് അലർജി മൂലമുള്ള ചുമയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് ഇപ്പോൾ കാലത്ത് വന്ന എൻ്റെ ഒ പിയിൽ വന്ന ഒരു രോഗിയുടെ കേസ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നു, യാതൊരു മാറ്റമില്ലെന്ന് ഒ പിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി വട്ടം ആ കുട്ടി ചുമക്കുകയുണ്ടായി. ഈ കുട്ടിയുടെ ഭക്ഷണക്രമങ്ങൾ നോക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സാധാരണയായി പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഒത്തിരി മസാലകൾ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. എരിവും പുളിയും നന്നായി കഴിക്കുന്ന, അച്ചാർ കഴിക്കുന്ന കുട്ടിയാണ്. പലപ്പോഴും അലർജി സംബന്ധമായ ചികിത്സകൾക്ക് പോകുമ്പോൾ ആരും ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാറില്ല. ഇത്തരം കാര്യങ്ങൾ ഈ എരിവും പുളിയും കുറയ്ക്കാതെ ഒരിക്കലും അലർജി കൊണ്ടുള്ള ചുമയെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ അലർജി മൂലം പ്രധാനമായിട്ടും എന്തുകൊണ്ട് അലർജി സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അസിഡിറ്റി മൂലമാണ് മിക്കവരിലും അലർജി ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് അലർജി മൂലമുള്ള ചുമ മാറിയ ഒരു വ്യക്തിയുടെ ടെസ്റ്റിമോണിയൽ ഒരു ഷെയറിങ് കേൾക്കുകയാണ്. ഞാൻ ഗ്രേസി ഫ്രാൻസിസ്, ചാലക്കുടി ചൗക്കയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചുമ പിടിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റാതെ, എനിക്ക് ഒന്നിനും കഴിയാതെ ഞാനൊരു ഡോക്ടറെ കണ്ട് അലോപ്പതിയും ആയുർവേദം എല്ലാം കഴിച്ചതാ. എന്നിട്ടൊന്നും എനിക്കൊരു കുറവ് കിട്ടിയില്ല. ഞാനാണെങ്കിൽ ഈ സെറ്റിയിൽ പില്ലോ ഒക്കെ ചാരി വെച്ച് ഞാനിരുന്ന് ഉറങ്ങിയിരുന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിടന്ന ചുമയാ. അത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ എൻ്റെ ഒരു സുഹൃത്ത് സോണി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരണത്. ഞാനിവിടെ വന്ന് സാറ് എനിക്ക് 2 തരം കഷായം തന്നു. ഞാനത് കഴിച്ചു. അന്നും തന്നെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ 1.5 മാസം ആവണേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ചുമ എല്ലാം നന്നായിട്ട് മാറി. അതോടൊപ്പം തന്നെ എനിക്ക് 200ൻ്റെ മേലെ ഡയബറ്റിക് ആയിരുന്നത് എനിക്ക് 94 വരെ എത്തി. ഇപ്പോൾ 94നും 120നും ഇടയ്ക്കാണ് എൻ്റെ ഡയബറ്റിക് ഞാൻ നോക്കുമ്പം എനിക്ക് വരുന്നത്. അത്രയും വളരെ കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അസിഡിറ്റിയാണ്, അതിനുള്ള മെഡിസിൻ ചെല്ലുമ്പം തീർച്ചയായിട്ടും ഡയബറ്റിക് കുറയും, ഷുഗർ കുറയും, നോർമലാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഷുഗർ നോർമലായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും ഇപ്പോൾ എനിക്ക് വലിയ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലാതെ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് എനിക്ക് ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷമായി. നമ്മൾ അലർജി മൂലമുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, സഹിക്കുന്നവർ, അലർജി കൊണ്ടുള്ള ചുമ ഉള്ളവർ, പ്രത്യേകിച്ച് രാത്രി കിടന്നു കഴിയുമ്പോഴാണ് ഈ ചുമയൊക്കെ വർദ്ധിക്കുന്നത്. ഇത്തരത്തിലുള്ളവർ പൂർണ്ണമായിട്ടും ചായ, കോഫി പോലെയുള്ള ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ എരിവും പുളിയും ഗണ്യമായിട്ട് കുറയ്ക്കുക. അച്ചാർ, പപ്പടം, ബിസ്ക്കറ്റുകൾ. നമുക്കറിയാം പലപ്പോഴും ഒരൊറ്റ ബിസ്ക്കറ്റ് മതി നമുക്ക് ഈ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെയുള്ള പല ബിസ്ക്കറ്റുകൾ കഴിക്കുമ്പോൾ ആ പോയ അലർജിയുടെ അതേ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് അമിതമായിട്ട് ആഡ് ചെയ്തിട്ട് ഏത് ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളിലുള്ള അലർജിയെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പുളിരസം. പുളിരസം കഴിച്ചാൽ ഉടനടി ചുമ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പുളിപ്പിന്റെ അളവ് ഗണ്യമായിട്ട് നമ്മൾ കുറയ്ക്കുക. എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത് പലപ്പോഴും കാശ്മീരി മുളക് പൊടിയാക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഉറങ്ങുക. ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് അലർജി കൊണ്ടുള്ള ചുമയെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.